പണിയില്ലാത്ത ദിവസം ഞങ്ങളിപ്പോഴത്തെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ മീനെ പിടിക്കാൻ പോവാം. ഞണ്ടിനെയോ മീനോ എന്തായാലും കുഴപ്പമില്ല. ആദ്യം തന്നെ ഒരു കരിക്ക് വെട്ടി കരിക്ക് കുടിച്ച് ഇത്തിരി എനർജി ഇരിക്കട്ടെ. അവിടെ നേരെ വഞ്ചെടുത്ത് നേരെ മീൻ പിടിക്കാൻ പോകണാണ്. പോണ വയ്ക്കാണ് ഒരു മലമ്പാമ്പിനെ കണ്ടത്. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലോണം പേടിയായിട്ടാ. പക്ഷെ എന്റെ ഒപ്പം വന്ന രതീഷിനും ധനേഷിനും ഒരു പേടിയില്ല. അവന്മാര് സ്ഥിരം കാണുകയാണ്. അടുത്തേക്ക് നോക്കിയപ്പോഴാണ് വലയെ കുടുങ്ങി കിടന്ന് ചാവാറായിരുന്നു. ധനേഷ് പറഞ്ഞ ആ വല മുറിച്ചാൽ അത് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അന്നാ അതിനെ രക്ഷിച്ചിട്ട് പോകും, എന്തിനാ വെറുതെ ജീവൻ കളയണം. പിന്നെ 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് വലയൊക്കെ മുറിച്ച് കത്തിക്കാൻ ഒട്ടും മുറിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇത്തിരി പാടായിരുന്നു. പിന്നെ മുറിച്ച് നേരെ അതിന്റെ പാട്ടിന് വിട്ട് അത് നേരെ വെള്ളത്തിലേക്ക് കണ്ടുപോയാ അതിങ്ങനെ പൊങ്ങി വന്നു. താങ്ക്സ് പറയാൻ വന്നതായിരിക്കും. എന്നിട്ട് ഒരു ജീവൻ രക്ഷിച്ച സന്തോഷത്തിൽ ഞങ്ങൾ കരിമീനെ പിടിക്കാൻ പോയി. പക്ഷെ വെള്ളം ഇത്തിരി കൂടി ഇറങ്ങാണ്ട്. രതീഷ് രാവിലെ ഒന്ന് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം ഇത്തിരി കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നൈസായിട്ട് പിടിക്കാന്ന് പറഞ്ഞു. അന്ന് ആ ടൈം കൊണ്ട് രണ്ടിനെ പിടിക്കാം. നേരെ പോയപ്പോ രണ്ടിനെ കിട്ടി. നല്ല വലിയൊരു രണ്ടൊന്നുമല്ല, ഒരു മീഡിയം സൈസിന് രണ്ടിനെ കിട്ടി. അതിനിപ്പോ നല്ല വെയിലായിരുന്നു. അന്ന് ഇത്തിരി ഒന്ന് വെള്ളത്തിൽ കിടക്കാന്ന് വെച്ചു. എന്റെ പൊന്നോ എന്ത് തണുപ്പായിരുന്നു അവിടെ നല്ല ഫ്രഷ് കക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തിരി നേരം വെള്ളത്തിൽ കളിച്ചിട്ട് നേരെ കരിമീനെ പിടിക്കാൻ പോകണം. വെള്ളം ഏറ്റവും കഴിഞ്ഞാൽ കരിമീനെ പിടിക്കാൻ നല്ല പാടാണ്. വെള്ളം നല്ല ഇറക്കത്തിലാണ് പിടിക്കുന്നത്. പിന്നെ രതീഷ് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചറവറ കരിമീനെ പിടിച്ച് വഞ്ചിയിലേക്ക് ഇടണായിരുന്നു. എങ്ങനെ പിടിക്കുന്ന ആർക്കറിയാം. നല്ല പാടാണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കണ്ണ് കാണാതൊക്കെ പിടിക്കണത്. ചെളി കൂടിയൊക്കെ ഒരു ഐഡിയ ഇല്ല എങ്ങനെ പിടിക്കണേന്ന്. അതിന് മച്ചാൻ കുളിച്ച് മാസത്തിലൊക്കെ കയറി വന്ന് പിന്നെ മീനൊക്കെ വഞ്ചിയിലിട്ട് നേരെ വീട്ടിൽ പോകണം. ഇനി ഇത് കറി വെച്ച് കഴിക്കണം, അല്ലാതെ വേറെ എന്ത് പണി. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.